ആഗോള പേറ്റന്റുകളുടെ രംഗത്ത് മുൻതൂക്കം ചൈനയ്ക്കാണ് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ഈ പേറ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കണ്ടുപിടുത്തം, ആ കണ്ടുപിടുത്തത്തിന് അതിന്റെ അവകാശം നമുക്കാണ് എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ ഈ പേറ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പേറ്റന്റുകളുടെ രംഗത്ത് ചൈന എന്ന് പറയുമ്പോൾ എന്റെ ഒരു സംശയം എന്ന് പറയുന്നത്, എല്ലാ കണ്ടുപിടുത്തങ്ങളും നടക്കുന്നത് അമേരിക്കയിലാണല്ലോ. ട്രംപിന്റെ അമേരിക്ക, ഇനി ബൈഡൻ ആണെങ്കിൽ ബൈഡന്റെ അമേരിക്ക. എന്തായാലും ആ രംഗത്ത് കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും അത് അമേരിക്കയിലാണോ എന്ന് ചോദിക്കും. പക്ഷെ അതിനൊരു അപവാദമാണല്ലോ ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചു? അത് സംഭവിച്ചത് നമ്മൾ ഈ കലാകാരന്മാരെ കുറിച്ച് ലോകത്ത് പറയുന്ന ഒരു വാക്കുണ്ട്. ലോകം ഉറങ്ങുമ്പോൾ അവൻ അവന്റെ രാത്രികളിൽ അവന്റെ സ്വകാര്യ മുറിയിൽ ഇരുന്നു കൊണ്ട് അവൻ ഉറക്കമില്ലാതെ അവന്റെ സൃഷ്ടിയിൽ വ്യാപരിക്കുകയാണ് എന്ന് പറയും. അത് ലോകം അറിയുന്നത് പെട്ടെന്നൊരു ദിവസമായിരിക്കും. കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളൊരു കണ്ടുപിടുത്തം നടത്തുമ്പോൾ എഡിസനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? എഡിസന്റെ എത്രയോ കണ്ടുപിടുത്തങ്ങൾ, ലോകത്തെ നയിച്ച വലിയ കണ്ടുപിടുത്തങ്ങൾ ഇല്ലേ? ഇപ്പൊ ഞാൻ എൻ്റെ ഒരു വലിയ റോൾ മോഡലായിട്ട് കരുതുന്ന പല ആളുകളുണ്ടോ അത്തരത്തിലുള്ള വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന മനുഷ്യന്മാരുണ്ട്, പലരും ഉണ്ട് അങ്ങനെ. അപ്പൊ അവരൊക്കെ ഇത് കണ്ടുപിടിച്ചൊക്കെ എത്രയോ കാലങ്ങളോളം അവര് അതിനു വേണ്ടിയിട്ട് തപസ്സിരുന്ന ആളുകളാണ്. ഇവിടെ ചൈന ഒരു ഇരുമ്പ് മറ കൊണ്ട് ഒരിക്കൽ ആ രാജ്യത്തിന് ചുറ്റും ഒരു കവചം തീർത്തിരുന്നു. അവിടെ നടക്കുന്ന രഹസ്യങ്ങളൊന്നും നമുക്കറിയാമായിരുന്നില്ല. പതുക്കെ അവരുടെ പ്രോഡക്റ്റുകളൊക്കെ ലോകത്തെ കീഴടക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. ഇത്രയും വലിയ പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട്, എന്തൊരു അത്ഭുതം, എത്ര വൈവിധ്യമുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് മൈക്രോ ലെവലിലുള്ള ചെറിയ കൊച്ചു കാര്യം വരെ അവർ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് അവർ കണ്ടുപിടുത്തങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കാവുന്ന തോന്നിയിരുന്ന ഒന്നായിരുന്നു ചൈന എന്ന് പറയുന്നത്, ഒരു രാജ്യമായിരുന്നു. ഇപ്പൊ ഇതാ WIPOയുടെ ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയാണ് WIPO. അവരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നത് 2024 ലോകത്താകമാനം സമർപ്പിക്കപ്പെട്ട മൊത്തം പേറ്റന്റ് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷകളില് പകുതിയോളം, നിയർലി ഹാഫ് എന്ന് പറയുന്നത് ചൈനയുടെയാണ്. എന്ന് വെച്ചാൽ എവിടെയാ ചൈന നിൽക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഇത് പ്രൂഫാണ്. അവര് പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുക. നോക്കൂ, ഞങ്ങൾ ഇതിങ്ങനെ കണ്ടുപിടിച്ചു. അത് രാജ്യത്തെ ആഭ്യന്തര രംഗത്തുണ്ട്, ലോക മാർക്കറ്റിലേക്കുണ്ട്. അവര് രണ്ടു തരത്തിലുള്ള അപേക്ഷകളാണ്. ഒന്ന് അവരുടെ സ്വന്തം നാട്ടിലുള്ള അപേക്ഷകൾ, അത് പിന്നെ ഇന്റർനാഷണലി ഉള്ള അപേക്ഷകൾ. ഈ ഇന്റർനാഷണൽ അപേക്ഷകളായിരിക്കാം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. കാര്യം ഈ ബൗദ്ധിക സ്വത്തവകാശ സംഘടന WIPO ഇന്റർനാഷണലി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണല്ലോ. അവിടെയാണ് നമ്മൾ ഈ പേറ്റന്റ് നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് അവരാ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. നമ്മുടെ ഈ പുതിയ ആശയങ്ങളൊക്കെ ഉള്ളത് നമ്മൾ വിചാരിക്കുന്നത് എന്താ, അമേരിക്കയാണ്. ഞാൻ ചോദിച്ചത്, സാധാരണ നമ്മളെ അങ്ങനെയല്ലേ കണ്ടുപിടുത്തം എന്ന് പറയുമ്പോൾ അത് അമേരിക്കയാണ് എന്ന് സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു. പക്ഷെ അപ്പോഴാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഈ റിപ്പോർട്ട് ചൈനയുടെ റെക്കോർഡ് നേട്ടത്തെ കുറിച്ച് അവർ പറയുന്നത്, WIPO പറയുന്നത് അപേക്ഷകളുടെ എണ്ണം 2024 മാത്രം 1.8 ദശലക്ഷം, അതായത് 18 ലക്ഷം അപേക്ഷകളാണ് സമർപ്പിക്കപ്പെട്ടത്. 18 ലക്ഷം പുതിയ ആശയങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ പരീക്ഷിച്ച് സക്സസ്ഫുൾ ആക്കി അത് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് അതിന്റെ പേറ്റന്റ് നിയമങ്ങൾ അനുസരിച്ച് അത് ഉറപ്പുവരുത്തി ഇത് മറ്റൊരാളും ഇത് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ, അതാണല്ലോ പേറ്റന്റ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഞാനൊരു എഴുത്തുകാരനായതുകൊണ്ട് എൻ്റെ ഒരു സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ പേറ്റന്റ് നിയമപ്രകാരം ഞാൻ രജിസ്റ്റർ ചെയ്യാൻ എനിക്ക്. അപ്പൊ മുംബൈയിൽ അതിന് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞങ്ങൾ അസോസിയേഷനിലുണ്ട് അത്തരം സംവിധാനങ്ങൾ. അപ്പൊ അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് എൻ്റെത് മാത്രമാണ്, അതിന്റെ ബൗദ്ധിക അവകാശം എനിക്കാണ്, ബൗദ്ധിക സ്വത്ത് അവകാശം എന്ന് പറയും. അപ്പൊ ഈ പേറ്റന്റ് ഇങ്ങനെ വരുമ്പോൾ ആഗോളതലത്തിൽ സമർപ്പിക്കപ്പെട്ട 41.1% ഈ അപേക്ഷകളുടെ എണ്ണം. അപ്പൊ അതാണ് നിയർലി ഹാഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വളർച്ച ചൈനയുടെ പേറ്റന്റിംഗ് ഫയലിംഗ് മുൻ വർഷത്തെ അപേക്ഷിച്ച് 9%. എന്ന് വെച്ചാൽ അവർ കണ്ടുപിടുത്തങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക. ലോകത്തിൽ അത് 9% കൂടിയിരിക്കുന്നു. നമ്മൾ അവിടുത്തെ വാർത്തകളൊന്നും അധികം പുറത്തു വരുന്നില്ലെങ്കിലും വരുന്ന വാർത്തകളൊക്കെ ഞെട്ടിക്കുന്നതാണ്. പ്രോഡക്റ്റ് ആയിട്ട് കാണും, നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണുന്നില്ലേ? അപ്പോൾ അതിന്റെ വൈവിധ്യമാണ്. അതൊരു വളരെ ഞെട്ടിക്കുന്ന മറ്റു ചില കണക്കുകളുണ്ട്. ഈ അവരുടെ ആഭ്യന്തര പങ്കാളിത്തം, അതായത് ചൈനയിൽ മാത്രമായിട്ടുള്ള ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അഡ്മിനിസ്ട്രേഷനിൽ അവിടെ സമർപ്പിച്ച അപേക്ഷകൾ 93.1% രാജ്യത്തെ അവിടെ താമസിക്കുന്നവർ സമർപ്പിച്ചതാണ്, ചൈനയിലുള്ളവരാണ്. അപ്പൊ ഈ കണ്ടുപിടുത്തമൊക്കെ ഒറിജിനാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ മുൻനിര രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന ആഭ്യന്തര പങ്കാളിത്തമാണ്. ഇതിനെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ വികസ്വര രാജ്യങ്ങളില് അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിലെ ഇത്തരത്തിൽ അതാത് രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ സ്വന്തം കണ്ടുപിടിക്കുന്ന അപേക്ഷകൾ നൽകുന്നതിന് ഏറ്റവും ഉയർന്ന രീതിയിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ചൈന മൊത്തം വലിയ തോതിൽ
93.1% ആളുകളും അത്തരത്തിലുള്ള ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നു, കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ രാജ്യം എങ്ങോട്ടാണ് വളരുന്നത് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിന്റെ ആഗോള രംഗം നോക്കിയാൽ 24 ലോകമെമ്പാടുമായി 3.7 ദശലക്ഷം 37 ലക്ഷം പേറ്റന്റ് അപേക്ഷകളാണ് വന്നത് മൊത്തം. അപ്പൊ അതില് ഇത് മുൻ വർഷത്തേക്കാൾ 4.9% കൂടുതൽ, അത് ഏകദേശം 5% കൂടുതലാണ്. തുടർച്ചയായ 5ാം വർഷമാണ് ഇങ്ങനെ പേറ്റന്റ് ഫയലിംഗിൽ ചൈന മുന്നിൽ പോകുന്നത്. ഇതിന് മുന്നിലുള്ള രാജ്യങ്ങൾ നോക്കിയാൽ ചൈന 18 ലക്ഷം, യുണൈറ്റഡ് സ്റ്റേറ്റ് 5,10,831, ഏകദേശം 5 ലക്ഷം. ജപ്പാൻ അത് 4,19,000 ചില്ലുവാനും. ദക്ഷിണ കൊറിയ, അവിടെയാണ് നമ്മുടെ പല വലിയ കാർ കമ്പനികളും ഒക്കെ ഉള്ളത്, നമ്മുടെ LG പോലുള്ള വലിയ കമ്പനികളൊക്കെ ഉള്ളത് ദക്ഷിണ കൊറിയയിലാണ്. അവർ പാറ്റന്റ് നിയമങ്ങളൊക്കെ വളരെ കർക്കശമാണ്. 2,95,000 ശിഷ്ടം അപേക്ഷകളാണ് കിട്ടിയത്. ജർമ്മനിയിൽ അത് 1,33,000. കണ്ടുപിടുത്തങ്ങളുടെ മറ്റൊരു രാജ്യമാണ് ജർമ്മനി, നമ്മളെ ബെൻസിന്റെ ഒക്കെ നാട് എന്ന് പറയുന്നത്. US സ്ഥാനം ചൈനയെ അപേക്ഷിച്ച് 3 ഇരട്ടിയിലധികം കൂടുതലല്ല, കുറവാണ്. 3 ഇരട്ടിയിലധികം കുറഞ്ഞിരിക്കുന്നു. അതെ. അപ്പൊ 3.7% കുറവ് രേഖപ്പെടുത്തി. അപ്പൊ അവർ താഴെ പോയി, പുതിയ കണ്ടുപിടുത്തങ്ങൾ അവർ താഴെ പോയിരിക്കുന്നു. ഏഷ്യയുടെ ആധിപത്യം സ്ട്രോങ് ആണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ആഗോള പേറ്റന്റ് ഫയലിംഗിൽ ഏഷ്യയുടെ പങ്ക് 70% കടന്നിരിക്കുന്നു. ലോകത്തിന്റെ വളർച്ചയിൽ മൊത്തത്തിൽ 70% ഏഷ്യ മാത്രം. അപ്പൊ ഏഷ്യ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കാര്യം മനസ്സിലായില്ലേ? ഏഷ്യ എങ്ങോട്ടാണ് കണ്ടുപിടുത്തങ്ങളുടെ രീതിയിൽ, ആധുനിക രീതിയിൽ എങ്ങനെയാണ് വളരുന്നതെന്ന് മനസ്സിലായില്ലേ? ചൈന, ഇന്ത്യ, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലാണ് ഈ വളർച്ചയ്ക്ക് തൊട്ട് പിന്നിലുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട മേഖലകൾ ഈ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നത് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ആണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഇലക്ട്രിക് മെഷീനറി രംഗങ്ങളുണ്ട്, മെഷർമെന്റ് ടെക്നോളജി ഉണ്ട്, അളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അത്തരത്തിൽ ടെക്നോളജികളുണ്ട്, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ 5G 6G പോലുള്ള കാര്യങ്ങൾ, മെഡിക്കൽ ടെക്നോളജി, മെഡിക്കൽ രംഗത്ത് വലിയ വളർച്ച, കൊറിയയൊക്കെ വലിയ വളർച്ചയാണ് നേടിയിരിക്കുന്നത്. അത് ഓഫ് കോഴ്സ് അത് പിന്നെ ചൈനയും വലിയ വളർച്ച അതിവേഗമായിട്ട് നേടുകയാണ്. അപ്പം ഈ പേറ്റന്റ് ഫയലിംഗിന്റെ വളർച്ചയിൽ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ എങ്ങനെ സ്വാധീനിക്കുന്നു? ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ, അത് ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ എന്ന് അതിന് പറയുക. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാൽ, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും പേറ്റന്റ് അപേക്ഷകളുടെ വർധനവും കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ്, ആർട്ടിഫിഷ്യൽ AI തുടങ്ങിയ മേഖലകളിലെ പേറ്റന്റുകളാണ് കൂടുതലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ തരത്തിൽ ഇങ്ങനെ അപേക്ഷകൾ വരാൻ മാറുന്ന കാലത്തിനനുസരിച്ചുള്ള പേറ്റന്റ് അപേക്ഷകളാണ്. അപ്പം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. പേറ്റന്റ് സംരക്ഷണം ലഭിക്കുന്നത് ഗവേഷണത്തിലും വികസനത്തിനും, എന്നുവെച്ചാൽ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ വലിയ നിക്ഷേപം നടത്താൻ മറ്റ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കും. കാരണം ഇവരുടെ പേറ്റന്റ് നിയമങ്ങൾ ഉണ്ട്. ഒരു കമ്പനിക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പേറ്റന്റ് സംരക്ഷിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെന്റിന് വരുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച്, ഒരു വേറെ പുറത്തുനിന്ന് വരുന്നവരെ സംബന്ധിച്ച്, നിക്ഷേപകരെ സംബന്ധിച്ച് ട്രസ്റ്റ് കൂടും. കാരണം അവരുടെ പൈസ ട്രസ്റ്റ് ഉള്ള ഒരു സ്ഥലത്താണ് എന്ന് കണ്ടുപിടുത്തത്തിന്റെ കുത്തക ഇവർക്കാണല്ലോ എന്ന് വരുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ അതിലൂടെ നിക്ഷേപം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്, ലാഭമുണ്ടാക്കാൻ കഴിയും. അപ്പൊ പേറ്റന്റ് നിയമങ്ങൾ എപ്പോഴും ലാഭമുണ്ടാക്കുന്നതിൽ ഉറപ്പുവരുത്തുന്ന ഒരു സംഗതിയാണ്. അപ്പം ഈ പുതിയ സാങ്കേതിക വിദ്യ ഈ രംഗത്തേക്ക് AI, ബ്ലോക്ക് ചെയിൻ, മെഷീൻ ലേണിംഗ്, 5G 6G ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലൊക്കെ ഈ വികസനത്തിന്റെ പേറ്റന്റുകൾ ധാരാളമായി വഴി തുറക്കുന്നുണ്ട്. സാമ്പത്തിക വളർച്ചയും തൊഴിലവസരങ്ങളും ഇത്തരം പേറ്റന്റ് ഉറപ്പാക്കുന്നതിൽ വരുന്നുണ്ട്. പുതിയ വിപണികൾ ഉണ്ടാവുന്നുണ്ട്, ഡിജിറ്റൽ വിപണികൾ സൃഷ്ടിക്കുന്നുണ്ട്. പേറ്റന്റുകൾ പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിപണിയിൽ ഇറക്കാൻ സഹായിക്കും. കാരണം എനിക്കൊരു പേറ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പ്രോഡക്റ്റ് ഞാൻ ഉടനെ തന്നെ ധൈര്യമായിട്ട് ഇറക്കും. കാരണം ഇതാരും ഇനി കോപ്പി ചെയ്യില്ല. മറ്റേത് കോപ്പി ചെയ്ത് പോകും, പെട്ടെന്ന് തന്നെ കോപ്പി ചെയ്ത് പോകും. അങ്ങനെ അനുകരണങ്ങളുടെ ഒരു നാടാണല്ലോ നമ്മള്. അതിന്റെ ഒരു കുന്നംകുളം മോഡലാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. ചൈനയാണ് അങ്ങനെ പറയുന്നത്, ഈ അനുകരണങ്ങളുടെ കുന്നംകുളം മോഡൽ എന്നാ പറയുക. അപ്പം ഈ രൂപത്തിലാണ് നമ്മളിത് ഉത്തേജനം ഉണ്ടാവുന്ന ഒരു സംഗതിയുണ്ട്. അപ്പൊ പേറ്റന്റ് നേടിയെടുത്ത തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിനെ വാണിജ്യവൽക്കരിക്കുമ്പോൾ ഈ പേറ്റന്റ് നിയമം കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കൊരു അവകാശം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രോഡക്റ്റായിട്ട് മാറ്റും. അപ്പോൾ ഉന്നത വൈദഗ്ധ്യമുള്ള ഗവേഷകർക്കും എഞ്ചിനീയർമാർക്കും മറ്റ് ഡാറ്റാ ശാസ്ത്രജ്ഞന്മാർക്കും ഒക്കെ ഒരുപാട് തൊഴിൽ, നമ്മൾ പറയുമ്പോൾ ഒരു ചെറിയൊരു സംഗതിയാണ്. ഒരു പേറ്റന്റ് നമുക്ക് ലഭിച്ചു നിർത്തുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് എത്ര വലിയ വളർച്ചയാണ് രാജ്യത്ത് ഉണ്ടാക്കുന്നത്. അതിനകത്ത് വിപണിയിൽ മത്സരം ഉണ്ടാക്കുന്നുണ്ട്. നിർണായകമായ ഒരു കുത്തക ഒരു കമ്പനിക്ക് കിട്ടുമ്പോൾ മത്സരമായില്ലേ? അപ്പോൾ വേറൊരാൾ അത് കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കും, വേറൊരാൾ. അതുപോലെ കൊക്കക്കോളയും മറ്റ് കോളകളും ഉണ്ടായതുപോലെയാണ്. അപ്പൊ ഇതേപോലെയുള്ള പിന്നെ അതിന് പറയുക മത്സരാധിഷ്ഠിത വിപണിയെ
ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്നാ പറയുക. ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്, ആദ്യം വരുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. അപ്പം അതിന് മത്സരശേഷി ഉണ്ടാക്കും. വ്യാപാര ബന്ധങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള ലൈസൻസിങ് കരാറുകൾ, സാങ്കേതിക കൈമാറ്റങ്ങൾ, ഇതൊക്കെ വരും. പക്ഷേ ഇങ്ങനെയുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ അമിത സംരക്ഷണം കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് കുഴപ്പങ്ങളുണ്ട് കേട്ടോ. ഇതിനകത്തൊരു പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് അമിത സംരക്ഷണം കിട്ടുമ്പോൾ തന്നെ അൽഗോരിതങ്ങൾ പോലുള്ള അടിസ്ഥാനപരമായ ഡിജിറ്റൽ ആശയങ്ങൾക്ക് പേറ്റന്റ് നൽകുന്നത്, ഈ പുതിയ കാലഘട്ടത്തിൽ അൽഗോരിതങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള പേറ്റന്റുകൾ നൽകുന്നത് പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും ചെറിയ കമ്പനികൾക്കും സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ തടസ്സമുണ്ടാക്കും. വലിയ കമ്പനികൾക്ക് അത് കിട്ടുകയും ചെറിയ കമ്പനികൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യും. അതേസമയം ചൈന പോലുള്ള രാജ്യങ്ങൾ ഇങ്ങനെ പേറ്റന്റ് സമ്പാദിക്കുമ്പോൾ അവർ 2 തരത്തിലാണ് തന്ത്രപരമായി നീങ്ങുന്നത്. ഒന്ന്, ഈ പേറ്റന്റുകൾ വഴി ഡിജിറ്റൽ വളർച്ച, ലോകത്തെ ഏറ്റവും കൂടുതൽ പേറ്റന്റ് അപേക്ഷകൾ ഫയൽ ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ അവരുടെ ബൗദ്ധിക സ്വത്തവകാശ സംവിധാനത്തെ ദേശീയ സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാന ഉപകരണമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഉറപ്പുവരുത്തുന്നതിലൂടെ വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ 2 തരത്തിലാണ്. ഒന്ന് ആഭ്യന്തര രീതിയിലും മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇത്തരത്തിലുള്ള പേറ്റന്റുകൾ എടുക്കാനും. അതിനെ ഡ്യുവൽ സർക്കുലേഷൻ തന്ത്രം എന്നാണ് വിളിക്കുന്നത്. അവരതിനെ വിളിക്കുന്നത് ഡ്യുവൽ സർക്കുലേഷൻ തന്ത്രം. ഞാൻ ആലോചിക്കുക, പേറ്റന്റ് എന്ന് പറയുമ്പോൾ നേരത്തെ റോബിൻജി പറഞ്ഞതുപോലെ നമ്മൾ ഒരു കാര്യം ഉണ്ടാക്കി അതിന് പേറ്റന്റ്, അവന് പോയി പേറ്റന്റ് കിട്ടിയില്ലെങ്കിൽ ആ കമ്പനിക്ക് പേറ്റന്റ് കിട്ടി. പക്ഷെ അതിനെ ബേസ് ചെയ്ത് എത്രത്തോളം വലുതാണ്. അപ്പൊ ഡ്യുവൽ സർക്കുലേഷൻ തന്ത്രം എന്താ പറയും, അതുകൂടെ കേൾക്കുമ്പോൾ അതിന്റെ ഒരു അത്ഭുതം, അതിന്റെ ഒരു സ്ട്രാറ്റജി മനസ്സിലാവും. അതെന്താ വെച്ചാൽ ആഭ്യന്തരമായിട്ട് ചൈന ഫയൽ ചെയ്യുന്ന പേറ്റന്റുകളിൽ 90% ആഭ്യന്തരമാണെന്ന് പറഞ്ഞല്ലോ. അവിടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ചൈനീസ് വിപണിയിലെ സാങ്കേതിക ആവശ്യങ്ങൾക്കും സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പകർപ്പവകാശ ലംഘനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പ്രാദേശിക കമ്പനികളെ അത് സഹായിക്കും. എന്നാൽ ആഗോള വികസനത്തിനോ അതേസമയം ഏറ്റവും മികച്ചതും തന്ത്രപരവുമായ പേറ്റന്റുകൾ തിരഞ്ഞെടുത്തിട്ട് വിദേശ രാജ്യങ്ങൾ ഈ WIPO പോലുള്ള സിസ്റ്റത്തിൽ അവർ അപേക്ഷ സമർപ്പിക്കുകയും ചൈനീസ് കമ്പനികൾക്ക് ലോകമെമ്പാടുമുള്ള വിപണികളിൽ പ്രവേശിക്കാൻ ആഗോളതലത്തിൽ മത്സരത്തിന് തയ്യാറെടുക്കാനുള്ള ശേഷി ഈ പേറ്റന്റ് നിയമങ്ങളിലൂടെ ചൈനയ്ക്ക് കഴിയുമെങ്കിൽ ചൈന ഇപ്പോൾ ഏകദേശം 50% അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. പേറ്റന്റുകൾ സമർപ്പിക്കപ്പെട്ടത് 50%, 18 ലക്ഷം പുത്തൻ അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ട അപേക്ഷകളാണ് 2024. ഇത് മാർക്കറ്റിൽ വന്നിട്ടുണ്ടാവില്ല. 18 ലക്ഷം പുതിയ പ്രോഡക്റ്റുകൾ വരാൻ പോകുന്നതാണ് ഇതിനർത്ഥം. അമേരിക്കയിൽ ഇത് നേരെ തിരിച്ച് 1/3 കുറഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ചൈനീസ് മാർക്കറ്റിൽ നിന്നും ഇന്ത്യ അതിന്റെ തൊട്ട് പുറകിലുണ്ട്, ഇന്ത്യക്ക് അതിന്റെ പുറകിൽ തന്നെ ഉണ്ട്, കൊറിയ അതിന്റെ തൊട്ട് പുറകിലുണ്ട്. അപ്പൊ എത്രത്തോളം വലിയ വളർച്ച ചൈന നേടും എന്നത്, ചൈന കൊണ്ടുവരുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണെന്നൊക്കെ വേറെ കാര്യം, അതൊക്കെ മറ്റു കാര്യങ്ങൾ. പക്ഷെ ബൗദ്ധിക സ്വത്തവകാശം സംരക്ഷിക്കുന്നതിൽ നമ്മളിപ്പോൾ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ആശയങ്ങളെ ഫയലുകൾ എന്ന് പറയുമല്ലോ, നമ്മളൊരു പുതിയ ആശയമുണ്ടെങ്കിൽ ആശയങ്ങളുടെ ഫയലുകൾ വെറുതെ സൂക്ഷിച്ചു വെക്കാതെ, എനിക്കൊരു ഐഡിയ ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഐഡിയ മോശം പോയെന്ന് പറയും. എൻ്റെ ഐഡിയ ആരോ മോട്ടിച്ചു, എൻ്റെ ഐഡിയ ആണ് അവൻ്റെ കയ്യിൽ പോയത് എന്നൊക്കെ പരാതി പറയും. ഇതൊക്കെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇന്ത്യയിൽ പേറ്റന്റ് നിയമങ്ങളുണ്ട്. ഈ പേറ്റന്റ് നിയമങ്ങൾ ഒരു അറ്റോർണിയെ സമീപിച്ചിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ, അറ്റോർണി എന്ന് പറഞ്ഞൊരു വക്കീൽ, അത് നോക്കുന്ന ആളുകളുണ്ടാവും. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അടക്കമുള്ള പേറ്റന്റ് നിയമങ്ങൾ. അപ്പോൾ ആ നിയമങ്ങൾ വെച്ചുകൊണ്ട് അതിനെ സമീപിച്ച് നമ്മുടെ ബൗദ്ധികമായിട്ടൊരു സ്വത്തവകാശമാണ്, എൻ്റെ ആശയങ്ങൾ എൻ്റേതാണ്, അത് മറ്റൊരാൾക്കും അവകാശമില്ല എന്ന് പറയുന്നത്, ഒരാളത് അടിച്ചുകൊണ്ട് പോയിട്ട് അത് വേദനിക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പമായിരിക്കും. ഇന്ത്യയിലും ഇത്തരത്തിലുള്ള ഈ 18 ലക്ഷം ആളുകളുടെ ഇത് കൂടി വരുന്നത് പോലെ നമ്മുടെ നാട്ടിലും ഇത്തരം കണ്ടുപിടുത്തങ്ങളുടെ വലിയ ഒരു നാടായിട്ട് ഭാരതവും ഒരു കാലത്ത് വരും. തൊട്ടു പുറകെ നമ്മളുണ്ട്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.